ഗൈസ്, സോ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ മിസ് പറഞ്ഞു തരട്ടെ. അതായത് എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആവുക എന്നുള്ളത്. അതായത് നോക്കിയേ, ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വെച്ചോ, ഇതിവിടെ വെക്കട്ടെ, ഇവന്മാരൊക്കെ ഇവിടെ വെക്കാം. ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇത് മറ്റൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ മുകളിൽ ഈ ട്രയാങ്കിൾ വെച്ചാൽ ഇത് നോക്കിയേ, ഇത് ഒരുപോലെയാണ് അല്ലേ, രണ്ടും ഒരുപോലെ സയാമീസ് ഇരട്ടകളെ പോലെ. അങ്ങനെ സയാമീസ് ഇരട്ടകളെ പോലെയുള്ള ആ രണ്ട് ട്രയാങ്കിളിനെയാണ് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിന്റെ മൂന്ന് സൈഡ്സും ഈക്വൽ ആയിരിക്കും, മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് തരൂല, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്ന് സൈഡ്സും മൂന്ന് ആംഗിൾസും ഒന്നും തരൂല. നമുക്ക് ഓൺലി മൂന്ന് മെഷേഴ്സ് മാത്രമേ തരുള്ളൂ. ചിലപ്പോൾ രണ്ട് ആംഗിളും ഒരു സൈഡും തരും, അല്ലെങ്കിൽ രണ്ട് സൈഡും ഒരു ആംഗിളും തരും, അല്ലെങ്കിൽ മൂന്ന് സൈഡ്സ് മാത്രം തരും, ആംഗിൾ ഒന്നും തരൂല. അങ്ങനെ അവന്മാരെ നോക്കിയിട്ട് നമ്മൾ പറയണം നമ്മൾ തന്നിട്ടുള്ള ട്രയാങ്കിൾസ് ഈക്വൽ ആണോ അല്ലേന്ന്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ നോക്കുക എന്നാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എപ്പോഴൊക്കെയാണ് മൂന്ന് മെഷേഴ്സ് തന്നു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണ് നമ്മളുടെ ട്രയാങ്കിൾ ഈക്വൽ ആവുക, ട്രയാങ്കിൾ ഈക്വൽ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് കേട്ടോ മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് ആദ്യമേ പഠിച്ചിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു വിചാരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവർക്കാണ് ഞാൻ പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ക്ലാസ് 8ന്റെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ക്ലാസ് 8ന്റെ സൂപ്പർ ബാച്ച് 3499 സൂപ്പർ ബാച്ച് അല്ല, ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2299 അപ്പൊ വെറുതെ മിസ് ചെയ്യേണ്ട. 26 വരെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അതായത് നിങ്ങൾ വെറുതെ പോയി കമന്റ് ബോക്സിൽ രജിസ്റ്റർ ചെയ്തിടുക. പിന്നെ ഓൺ എക്സാമിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിക്കുക, ചേരണോ ചേരണ്ടേ, ഞങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവോ, ഞങ്ങളൊക്കെ ക്ലാസ് കേട്ട് ഓക്കെ ആണെങ്കിൽ സെറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ചേരുക കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം 26 വരെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ഓഫർ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഈ ഓഫർ കിട്ടൂല. പഴയ എമൗണ്ട് തന്നെയായിരിക്കും, 3499 തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ, എപ്പോഴെങ്കിലും ആഗ്രഹം വന്നാൽ, എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയാലോ എനിക്ക് ചേരായിരുന്നു, ഇപ്പോൾ ഓൾ പാസ് ടെസ്റ്റ് ഒന്നുമില്ല, അപ്പോൾ ചേരാനും തോന്നിയാലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടോ കേട്ടോ, ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിടുക. പിന്നെ ആലോചിക്കാം നമുക്ക് ചേരണോ വേണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആവുന്നതെന്ന്. അപ്പോൾ ഞാൻ പറയുകയാണെ 3 ക്രൈറ്റീരിയാസ് ആണുള്ളത്. അതായത് ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡിന് ഈക്വൽ ആയിരിക്കണം. ഒന്നാമത്തെ എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡിന് ഈക്വൽ ആയിരിക്കണം. അതിനാണ് മിസ് SSS, സൈഡ് എന്ന് എഴുതിയത്. അതായത് ഞാൻ പറയാണ്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്, ഇങ്ങനെയുള്ള ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ പറയാണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ ഈ സൈഡും 4 ആണ്, ഇതിന്റെ ഇവിടെ 5 ആണ്, ഇവിടെ ഏതോ ഒന്ന് 5 ആണ്, ഇത് 6 ആണ്, ഇവിടെ ഏതോ ഒന്ന് 6 ആണ്. അതായത് നോക്കി, ഇതിന്റെ സൈഡ്സിന് ഈക്വൽ ആണ് അല്ലെ. അതായത് ഇതിന്റെ ഈ സൈഡ് എന്തിന് ഈക്വൽ ആണ്, ഈ സൈഡിന് ഈക്വൽ ആണ്. അടുത്ത് നോക്കിയേ, ഇതിന്റെ അടുത്ത സൈഡ് 5 എന്ന് പറഞ്ഞ ഈ ഒരു സൈഡ് എന്തിന് ഈക്വൽ ആണ്, ഈ 5 എന്ന് പറഞ്ഞ ഈ സൈഡിന് ഈക്വൽ ആണ്. അടുത്തത് ഇതിന്റെ 6 എന്ന് പറഞ്ഞ ഈ ഒരു സൈഡ് എന്തിന് ഈക്വൽ ആണ്, 6 എന്ന് പറഞ്ഞ ഈ ഒരു സൈഡിന് ഈക്വൽ ആണ്. അപ്പൊ ഈ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവന്മാർ ഈക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഈക്വൽ ട്രയാങ്കിളിന്റെ ആംഗിൾസും ഈക്വൽ അല്ലേ, അപ്പൊ ഇവിടെ ഏതാ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈക്വൽ ട്രയാങ്കിളിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ നോക്കിയേ, ഈ 4-നെതിരെയുള്ള ഈ ആംഗിളും ഈ 4-നെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടെ 5-നെതിരെയുള്ള ഈ ആംഗിളും ഈ 5-നെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇതാ നോക്കിയേ, ഈ 6-നെതിരെയുള്ള ഈ ആംഗിളും ഈ 6-നെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മളോട് പറയാണ്, 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും, അവന്മാർ ഈക്വൽ ട്രയാങ്കിൾ ആണ്. ആ ഈക്വൽ ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, യെസ്. അടുത്ത നോക്കിയടാ, അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് SAS ആണ്. അതായത് സൈഡ് ആംഗിൾ സൈഡ്. അതായത് നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ പറയാണ്, ഈ ട്രയാങ്കിളിന്റെ ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇത് 5 ആണ്. ഈ ട്രയാങ്കിളിന്റെ ഇവിടെ 6 ആണ്, ഇവിടെ 5 ആണ്. ഇനി ഞാൻ പറയാണ്, ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ ഒരു 30 ഡിഗ്രി ആണ്, ഇവന്റെ ഇടയിലുള്ള ആംഗിളും 30 ഡിഗ്രി ആണ്. അതായത് രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ 2 സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും ഈ ട്രയാങ്കിളിന്റെ 2 സൈഡ്സിനും അതിന്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവന്മാർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ബാക്കിയുള്ളൊക്കെ ഈക്വൽ ആയിരിക്കോ? യെസ്, ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇങ്ങനെയെങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ സൈഡ് എന്താണ്,
ആണ്, ഇതിന്റെ മൂന്നാമത്തെ സൈഡിന് ഈക്വൽ ആണ്. ഓൾസോ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആടാ. അതായത് നോക്കിയടാ, 5-നെതിരെയുള്ള ഈ ആംഗിളും ഈ 5-നെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. അതുപോലെ 6-നെതിരെയുള്ള ഈ ആംഗിളും ഈ 6-നെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്രേ പഠിക്കാനുള്ളൂ. എപ്പോഴാണ് ഈക്വൽ ട്രയാങ്കിൾ ആവുന്നത്? ഈക്വൽ ട്രയാങ്കിൾ ആണ് എങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും, ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത നോക്ക് ഒരൊറ്റ റൂളും കൂടിയാ ഉള്ളത്. ഏതാണ്? ASA റൂൾ. ഏതാണ്? ASA റൂൾ. അതായത് ആംഗിൾ സൈഡ് ആംഗിൾ, രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ആംഗിൾ സൈഡ് ആംഗിൾ, ഈ ഒരു സൈഡ് 6 ആണ്, ഈ സൈഡും 6 ആണ്. ഞാൻ പറയാണ് ഇതൊരു 40 ഡിഗ്രിയാണ്, ഇതെന്താണ്? ഒരു 50 ഡിഗ്രിയാണ്. ഇവിടെ എന്താണ്? ഇത് 50 ഡിഗ്രിയാണ്, ഇത് 40 ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ നോക്ക്, ഒരു സൈഡ് ഈ സൈഡിന് ഈക്വൽ ആണ്. ഇതിന്റെ അറ്റത്തുള്ള, ഇതിന്റെ 2 എൻഡ്സിലുമുള്ള ആംഗിൾ ഇതിന്റെ 2 എൻഡിലുള്ള ആംഗിളിന് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഇവന്മാരും എന്ത് തന്നെയാടാ? ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഇങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആയിരിക്കും. ഈ 50-നെതിരെയുള്ള ഇതും ഈ 50-നെതിരെയുള്ള ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ഒരു 40-നെതിരെയുള്ള ഈ സൈഡും ഈ 40-നെതിരെയുള്ള ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴാണ് ട്രയാങ്കിൾസ് ഈക്വൽ ആവുന്നത്? എപ്പോഴാണ് ട്രയാങ്കിൾസ് ഈക്വൽ ആവുന്നത്? ഒന്നെങ്കിൽ 3 സൈഡ്സിന് ഈക്വൽ ആവുമ്പം. ഇനി അടുത്ത എന്താണ്? 2 സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും മറ്റതിൻ്റെ 2 സൈഡ്സിനും അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആവുമ്പം. മൂന്നാമത്തെ ആരാടാ? മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സൈഡും അതിൻ്റെ 2 അറ്റത്തുമുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനും അതിൻ്റെ 2 അറ്റത്തുമുള്ള ആംഗിളിനും ഈക്വൽ ആകുമ്പം അപ്പോഴാണ് ഈക്വൽ ട്രയാങ്കിൾ ആവുന്നത്. ഒരു ഈക്വൽ ട്രയാങ്കിൾ ആണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരണം ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കോൺസെപ്റ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻ എനിക്ക് ഉറപ്പുണ്ടല്ലോ, ഒരു 15ഓളം മാർക്കിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.